ഞാനൊരു പ്രവാസിയായിരുന്നു. ഒരു 25 വർഷം. ഇത് കേരളത്തിൽ നിന്ന് എടുത്ത പാസ്പോർട്ട്. അത് സൗദി അറേബ്യയിൽ റിന്യൂ ചെയ്തത്. ഇതായത് ദുബായ് എമിറേറ്റ്സിൽ റിന്യൂ ചെയ്തത്. ഇവിടെ ഞാൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചു വന്ന് എനിക്ക് എൻ്റെ തറവാട്ട് വീതമായി കിട്ടിയ ഒരു ബിൽഡിങ്ങിൽ ഒരു 10-25 വർഷം മുൻപേ പണിയൊഴിച്ച വീടാണ്. അതിൻ്റെ മുകളിൽ ഞാനൊരു 3 റൂം എടുത്ത് അതിന് നമ്പറിന് വേണ്ടിയിട്ട് പഞ്ചായത്തെ സമീപിച്ചപ്പോൾ അവർ കൈക്കൂലി ആവശ്യപ്പെടുകയുണ്ടായി. കൈക്കൂലി ഞാൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ ഞാൻ അത് എല്ലായിടത്തേക്കും അതിൻ്റെ കോപ്പികളയക്കുക മുഖ്യമന്ത്രിക്കൊക്കെ അയച്ചു. പിന്നെ അദ്ദേഹം പരിഹാരം കണ്ടില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ നവകേരള സദസ്സ് തൃശ്ശൂർ നടക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ എന്നിട്ട് ഒരു SP എൻ്റെ അതിൻ്റെ ഫയലുകളൊക്കെ വാങ്ങി ഞാൻ അത് ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തോട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കഴിയില്ല, എന്നോട് കഴിയില്ല അതെന്നാണ് പുള്ളി പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം വിജിലൻസിന് ഞാൻ പരാതി കൊടുത്തു. പിന്നെ ചീഫ് LSTD വിജിലൻസ് ഓഫീസർക്ക് പരാതി കൊടുത്തു, കളക്ടർക്ക് പരാതി കൊടുത്തു. ഇവർക്കൊന്നും ഈ നഗരസഭാ സെക്രട്ടറി KK മനോജ് എന്ന അഴിമതിക്കാരൻ മറുപടി നൽകിയില്ല. അപ്പൊ MP രാജേഷ് ഞാൻ പരാതി കൊടുത്തിരുന്നു. അദ്ദേഹവും എനിക്കൊരു വ്യക്തമായൊരു മറുപടി നൽകിയില്ല. അപ്പം ഞാൻ ഇതെല്ലാം വെച്ച് ഇവിടെ വിവരാവകാശം വെച്ച് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വാങ്ങി ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി. അദ്ദേഹം അത് 2 തവണ പരാതി കൊടുക്കേണ്ടി വന്നു. അത് എല്ലാം സ്റ്റഡി നടത്തി നോക്കിയതിന് ശേഷം ഈ സെക്രട്ടറി KK മനോജ് എന്ന അഴിമതിക്കാരൻ, അദ്ദേഹം ഒരു ഉന്നത കുലജാതനാണ്, അദ്ദേഹത്തിനെ ഈ തസ്തികയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഉത്തരവിറക്കി. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് എന്ത് ചെയ്യുന്ന അറിയാമോ? ഇദ്ദേഹത്തിന് നേരെ കുന്നംകുളത്ത് കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്തു. ഒരു പ്രിൻസിപ്പൽ ഡയറക്ടർ അത് പുറത്താക്കിയ ഒരു വ്യക്തിയെ, ഒരു അഴിമതിക്കാരനെ എന്തുകൊണ്ട് MP രാജേഷ്, ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് സംരക്ഷിച്ചു? അത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പത്രസമ്മേളനം നടത്താനുണ്ടായ കാരണം അതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തെ വീണ്ടും താൽക്കാലിക ചുമതല നൽകിയിട്ട് വടക്കാഞ്ചേരിയിൽ പോസ്റ്റ് ചെയ്തു. ഈ വടക്കാഞ്ചേരിയിൽ ഇദ്ദേഹം 7 കോടിയുടെ അഴിമതി നടത്തിയിരുന്നു. ഇത് പ്രിൻസിപ്പൽ ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നമുക്ക് രേഖാമൂലം തന്നിരിക്കുന്നത്. അതൊക്കെ വെച്ചിട്ടാണ് കളക്ടർ PI സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് പരാതികളുണ്ട്, ഞങ്ങൾക്ക് ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ശുപാർശയൊക്കെ അയച്ചു, ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എല്ലാം കൂടിയാണ് പുള്ളിനെ പോസ്റ്റിൽ നിന്ന് മാറ്റിയത്. പിന്നെ അതുമല്ല, MP രാജേഷിന്റെ അനുമതിയോട് കൂടിയാണ് ഇയാള് ഈ അഴിമതികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുന്നംകുളത്ത് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം പുറത്തുവരുത്തിയിട്ടുണ്ട്. അതിൽ MP രാജേഷ്, ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് പാർട്ണറാണ്. ഞാൻ സൈലന്റ് ആയിട്ട് അറിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഈ മനോജ് എന്ന് പറഞ്ഞ വടക്കാഞ്ചേരി സെക്രട്ടറി, നമ്മൾ എന്തെങ്കിലും കെട്ടിട നമ്പറിനോ എന്തെങ്കിലും പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ വിട്ട് അവിടെ അവർ തമ്മിൽ കറക്റ്റ്, ഓക്കെ, ഈ ബിൽഡിംഗ് അങ്ങോട്ട് വിളിച്ച്, ഈ ചുമര അങ്ങോട്ട് വിളിക്കണം, ഇത് ഇങ്ങോട്ട് വിളിക്കണം എന്ന് പറഞ്ഞ് ഇവർക്ക് നോട്ടീസ് കൊടുക്കും. ഇയാളുടെ അഴിമതി രീതിയിൽ എന്ന് പറയുന്നത് കേട്ടോ. അത് കുറെ കഴിഞ്ഞ് ഒരു മീഡിയ നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു മാമ, മെയിൻ ആൾക്കാർ തന്നെയാണ്. അത് അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണും. ഇത് നിനക്ക് ഇവിടുന്ന് പൊളിച്ച് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒരു 4-5 ലക്ഷം രൂപയുടെ പ്രശ്നം വരും, അതിന് ചെലവുകൾ വരും. അപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ അമ്മേനെ ഞാൻ ശരിയാക്കി തരാം. അത് കൊടുത്ത് ശരിയാക്കണം പതിവ്. ഇയാള് ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ. അദ്ദേഹത്തെയാണ് MP രാജേഷ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സെക്രട്ടറിയെ കുറിച്ചിട്ട് ഞാൻ വീണ്ടും അന്വേഷിച്ചപ്പോൾ കുന്നംകുളത്ത് 8 വർഷം മുമ്പ് ഇരിക്കുമ്പോൾ ഇയാൾ ഒരു വ്യക്തിയെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് വിചാരണ നേരിടാനാണ് ഈ സെക്രട്ടറിയെ ഇവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, MP രാജേഷും ടീമും എല്ലാം കൂടെ. പിന്നെ അതിനു പുറമെ ഒരുപാട് അഴിമതികൾ ഇയാളവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പില് 100-200% നികുതി വർദ്ധിപ്പിച്ച് സാധാരണക്കാരന്റെ നട്ടല്ലൊടിച്ചുകൊണ്ട് ഖജനാവിൽ മുതൽ കൂട്ടിയിട്ട് ഇതുപോലുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഈ MP രാജേഷ് അതിന്ന് കൊള്ളയടിക്കുക, എന്നിട്ട് അതിന്റെ ഒരു ഭാഗമാകാവുക. ഞാനിതൊക്കെ വെറുതെ പറയുന്നല്ല, എനിക്ക് ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ട് ഒരാളെ വൈകിന്റെ കാര്യമൊന്നുമില്ല. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു നമ്പർ വേണ്ടി. ഞാൻ നമ്പർ കിട്ടി. നമ്പർ ലാസ്റ്റ് ഇപ്പൊ ഈ സെക്രട്ടറി മാറിയതിന് ശേഷം വേറെ സെക്രട്ടറി വന്നു. അദ്ദേഹം എനിക്ക് ഇത് ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് നമ്പർ കറക്റ്റാക്കി തന്നു. എനിക്കൊരു 6-7-8 വർഷം വേണ്ടി വന്നു. അതിന് പുറകെ ഞാനൊരു പ്രവാസിയാണ്.
ഇനി എനിക്ക് പ്രവാസി സംഘടനകളോട് എനിക്ക് ഉണർത്തിക്കാനുള്ളത്, ഈ പ്രവാസികളുടെ കാര്യത്തിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം ഇതുപോലെ ഇവിടെ നമ്മളൊരു സുഹൃത്തൻ ചേട്ടൻ നിങ്ങൾക്കറിയാം, ഒരു വർഷാപ്പ് തുടങ്ങാനൊക്കെ വേണ്ടിയിട്ട് അയാളെ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാര് ആത്മഹത്യ ചെയ്യിപ്പിച്ചു. വീണ്ടും ഒരുപാട് പ്രവാസികൾ ഇവിടെ ഇതുപോലുള്ള നികൃഷ്ടരായ ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തി മൂലം ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ലോക കേരള സഭയിലേക്ക് ക്ഷണിക്കപ്പെടുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന പ്രവാസികളുണ്ട്, ധനാഢ്യരായിട്ടുള്ള പ്രവാസികൾ. അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇതിലില്ല. അവര് ഇതിനുവേണ്ടി ഒന്ന് ആക്റ്റീവ് ആണെന്ന് അവരോടും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മുണ്ട് മടക്കി കുത്തി കുനിഞ്ഞു കൊടുക്കും. ഈ മന്ത്രിമാരും എം എൽ എമാരും ഇവരെല്ലാം ഈ അധികാരവർഗങ്ങൾ, അതുപോലെ സാധാരണക്കാരായ പ്രവാസി നമ്പർ കിട്ടി. ഞാൻ അടിസ്ഥാനം എന്താ വെച്ചാൽ എം പി രാജേഷ്, ബഹുമാനപ്പെട്ട എം പി രാജേഷ് ഇയാളെ വീണ്ടും എന്റെ പരാതിയിലാണ് അയാളെ വിടുന്നത്. ഏത് ഇലക്ഷൻ സമയത്തുള്ള അയാളെ അതിലേക്ക് ആക്കിയത് തെളിവുണ്ടല്ലോ. ആ ഏത് അത് നമ്മള് പഞ്ചായത്തായിരിക്കും കൊടുത്തിട്ടാണ്. വടക്കാഞ്ചി 2016 കൊടുത്തു, 17 ആ നമ്പർ കിട്ടിയതൊക്കെ കഴിഞ്ഞൊരു 2 വർഷം മുന്നേ. അത് ഇദ്ദേഹം തരില്ല. ഞാൻ നടത്തിയത് അനധികൃതമാണ്, ഞാൻ നടത്തിയത്. ഇല്ലില്ല, പൊളിക്കാൻ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. പരാതി കൊടുത്തിരുന്നു. ആ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല അത് വിഷയമാണ്, അത് സോൾവ് ആയി. ഞാനത് അതെനിക്ക് ഒന്നും ചെയ്തിട്ടില്ല. അതുവരെ എനിക്ക് നമ്പർ ഇട്ട് കിട്ടി. ഇദ്ദേഹം ഞാൻ പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണം പുള്ളി പറഞ്ഞിട്ടില്ല. കളക്ടർ എക്സ്പ്ലനേഷൻ ചോദിച്ചു, കളക്ടർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. അത് ഞാൻ വിവരാവകാശം വെച്ചിട്ട് പുള്ളി എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു LSTD ചീഫ് വിജിലൻസ് ഓഫീസർ, ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണ്ടേ? അദ്ദേഹം ഒരു അദാലത്ത് നടത്തി. അദാലത്ത് നടത്തിയെല്ലാം കറക്റ്റ് ബിൽഡിംഗ് സന്ദർശിച്ചത് ഓക്കെയാണ്. ഇത് കൺസൈൻ എന്ന് പറഞ്ഞിട്ട് ഈ സെക്രട്ടറി KK മനോജിന് എന്നോട് പറഞ്ഞു. പുള്ളി അത് സ്വീകരിച്ചില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് തൃശ്ശൂരിൽ വന്നപ്പോൾ ഇത് അദാലത്തിൽ വെച്ചിട്ട് തീർപ്പാക്കിയതിന് ശേഷം ഗവൺമെന്റ് ഓർഡർ ആക്കി ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹം തന്നില്ല. ഞാൻ ഈ നമ്പറൊക്കെ ഇതിന്റെ എല്ലാം പൈസകളൊക്കെ ഇട്ട് പുതിയ രൂപത്തിലാവുന്ന ഒരുപാട് പൈസ എനിക്ക് വന്നു പുതിയ നിയമത്തിൽ. അതെല്ലാം വെച്ചിട്ട് ഇദ്ദേഹം തന്നില്ല. ഇദ്ദേഹത്തിന് തലസ്ഥാനത്ത് നിന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർ തദ്ദേശ ഭരണം നീക്കിയതിന് ശേഷം പുതിയൊരു സെക്രട്ടറി വന്നിട്ടാണ് പരിഗണന ഓക്കെയാണോ എന്നിട്ട് എനിക്ക് നമ്പർ തന്നു. വീണ്ടും ഇയാൾ എന്തുകൊണ്ട് MP രാജേഷ് വടക്കാഞ്ചേരി വരുത്തി താൽക്കാലിക ചുമതലയിൽ? സാധാരണ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ 2-3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാറ്റം സംഭവിക്കണം വേണ്ടേ? ഇത് 5 കഴിഞ്ഞ 6ാമത്തെ വർഷത്തിലേക്കാണ് KK മനോജ് എന്ന ഈ ഉന്നത കുലജാതൻ അവിടെ സേവനമനുഷ്ഠിക്കുന്നത്. അത് സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് നോർമലി എന്റെ കാര്യം നടക്കില്ലല്ലോ. ഇതിന്റെ പുറകെ ഞാൻ ബുദ്ധിമുട്ടി നടന്നത് ഒരു പ്രവാസ 6-7 വർഷം ഞാൻ 10 വർഷം 10 ലക്ഷം ലോൺ എടുത്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിന് പലിശ ആര് കൊടുക്കും? അത് അതെ, കടയുടെ മുകളില് റൂം വാടക കൊടുക്കാൻ വേണ്ടി കടയുണ്ടല്ലോ അടിയിലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്പർ കിട്ടാതെ നടക്കുമോ? നമ്പർ കിട്ടിയത് ഇപ്പോ 2 മാസമായിട്ടുള്ള നമ്പർ കിട്ടിയിട്ട് അത് 900 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടോ? അത് സെക്ഷൻ അണ്ടറിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലെറ്റർ തന്നിരുന്നു. അല്ല അടിയിലെ അതെ. ഇപ്പൊ ടോട്ടൽ 1,900 എന്തോ വരും. അതവിടെ ഒരു സെലക്ഷൻ ഗ്രൂപ്പാണ്. അതിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണ്. മന്ത്രിക്കെതിരെ എന്താണ് ബിസിനസ്? അതൊരു ഹോൾസെയില് ഫാൻസി ഉണ്ട്, പിന്നെ ജ്വല്ലറി ഉണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ. ഒരു 3 വർഷം മുമ്പ് 4 വർഷം മുമ്പാണ് അവര് ഇത്ര ആയിട്ട് ഹൈ ആയി പെർഫോം ചെയ്തു വന്നത്. കുന്നുകളാരി മാർക്കറ്റില്ലേ? ആ അതവിടെ നിന്ന് അന്വേഷിച്ച് നിങ്ങൾ പത്രപ്രവർത്തകരെ നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും. അത് സെലക്ഷൻ ഗ്രൂപ്പ്. സെലക്ഷൻ എല്ലാം ഈ ഗ്രൂപ്പിലോട്ടതാണ്. 2-3-4-5 കടയുണ്ട് ഇപ്പൊ അവിടെ.
അത് KK മനോജൊക്കെ കൂടിയിട്ടാണ് അതിന്റെ ആള്. ഇദ്ദേഹം നമ്മുടെ മന്ത്രി സൈലന്റ് പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ടവരാണ് പറയുന്നത്. എനിക്ക് പത്രപ്രവർത്തനങ്ങൾക്ക് അന്വേഷിക്കാം. പിന്നെ ആരൊക്കെ ആർക്ക് പേരൊന്നും എനിക്കറിയില്ല. ഒരു ഫോക്കസാണ്. പിന്നെ ലക്ഷങ്ങൾ വടക്കാഞ്ചേരിയിലെ നിങ്ങൾക്കറിയാൻ പറ്റും, ശിവശാസ്ത്ര മുമ്പില് നേരെ ഒരു കെട്ടിടം, അതിന്റെ 2 വർഷം 3 വർഷമായിട്ടുള്ള നമ്പർ ഇട്ട് കൊടുത്തിട്ട് അത് സ്റ്റെപ്പ് നിൽക്കുന്ന റോഡിലാണ്. അതിന് നമ്പർ ഇട്ട് കൊടുത്തു. അതിന് 10 ലക്ഷം കൈക്കൂലി വാങ്ങി ഇദ്ദേഹത്തിന് ഗ്രൂപ്പ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന്റെ ഒരു സാരഥി തന്നെയാണ്. അത് ആ പേര് പറയാൻ പാടില്ല, എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ബിൽഡിങ്ങിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ചീഫ് വിജിലൻസ് ഓഫീസർക്ക് ഞാൻ പരാതി കൊടുത്തിരുന്നു. അവരൊന്ന് അന്വേഷണം നടത്തി. അതിനൊക്കെ ഫലമായിട്ടായിരിക്കാം ഇദ്ദേഹത്തെ തലസ്ഥാനത്ത് മാറ്റിയെന്ന് ഞാൻ ഊഹിക്കുന്നു. ഒരാളെ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു മന്ത്രി നിലയ്ക്ക് എന്ത് ചെയ്യണം? അത് മാറ്റിയിട്ട് 3 മാസമായിട്ടുള്ളൂ. 3-4 മാസമായിട്ട് കാണും. വീണ്ടും അദ്ദേഹത്തെ താൽക്കാലിക ചുമതലയ്ക്ക് വടക്കാഞ്ചേരിക്ക് മാറ്റി ഈ ഇലക്ഷൻ ടൈമിൽ. ഒരു 6 വർഷം ജോലി ചെയ്തിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് പണിഷ്മെന്റ് വാങ്ങി കൊടുത്തത്. ഞാൻ ഇപ്പൊ മാറ്റിയിട്ട് ഒരു 10 ദിവസം ആയിട്ടുള്ളൂ. അധിക ചുമതല. ആര് കീഴായാലും അപ്പൊ അതിന് മുമ്പ് വന്നിട്ടുണ്ടാവാം ഉത്തരവ്. അല്ല, 10 ദിവസം മുമ്പാണ് ഞാൻ 10 ദിവസം മുമ്പ് അധിക ചുമതല നൽകിയെന്നാണ് പറഞ്ഞത്. ഞാനത് അതെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ അദ്ദേഹം ഇവിടെ ഇപ്പൊ ചാർജിലെ ആളാണ്. കുന്നംകുളത്ത് ഞാൻ ഉദ്ദേശിച്ചെന്നല്ല, ഇങ്ങനെ ഒരു അഴിമതിക്കാരനെ ഒരു പ്രിൻസിപ്പൽ ഡയറക്ടർ പുറത്താക്കിയ ഒരാളെ മന്ത്രി അതിനൊരു നടപടി എടുക്കണ്ടേ? ഒരു അന്വേഷണം നടത്തണ്ടേ? ആ സ്ഥലം അധികാരത്തിൽ നിന്ന് പറ്റിയ സ്ഥലം മാറ്റിയിട്ടില്ല. വടക്കാഞ്ചേരി അധികാരത്തിൽ നിന്ന് ആ സെക്രട്ടറി സ്ഥാനത്ത് നീക്കം ചെയ്തിട്ടുള്ളത്. ഇല്ല, കുന്നംകുളത്തെ സെക്രട്ടറിനെ ഇങ്ങോട്ട് മാറ്റി, എന്നിട്ട് ഇദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി. അതാണ് കുന്നംകുളം സെക്രട്ടറി അയാൾക്ക് കൊടുത്ത നടപടി കണ്ടപ്പോ അദ്ദേഹം വേഗം. അതിനുശേഷം 3 സെക്രട്ടറി 3 മാസം ഇടയ്ക്ക് വന്നു. എന്റെ പ്രശ്നം അതല്ല. ഞാൻ ഇതിൽ എന്തുകൊണ്ട് നടപടി എടുത്തില്ല? രാജേഷും ഞാൻ അധികാരം തന്നെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, കുഞ്ഞലക്ഷം കഴിഞ്ഞ് വരില്ല. കഴിഞ്ഞു കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും. അപ്പൊ പ്രവാസി സംഘടനകളോടും ഇതിൽ ഞാൻ ഇടപെടണം അപേക്ഷിക്കുകയാണ്. ഒരുപാട് പേര് പ്രവാസികൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇതുപോലെ അധികം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം.